സിഇഒന് വിഷബാധ ഏൽക്കുന്നു. 6 മാസം കൂടിയേ അയാൾക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം രാത്രിയിൽ തനിയെ അയാൾ കാറ് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അസുഖം മൂർച്ഛിച്ച് വണ്ടിയുടെ നിയന്ത്രണം വിടുന്നു. ഈ സമയത്ത് ഒരു പെൺകുട്ടി തന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് ആ കാറ് നിർത്തുന്നു. ഉടനടി പെൺകുട്ടി യുവാവിന്റെ ആരോഗ്യസ്ഥിതി വിശകലനം ചെയ്യുന്നു. അതിനുശേഷം അയാൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അവളൊരു വെള്ളി സൂചി കൊണ്ട് അവനെ സുഖപ്പെടുത്താൻ ശ്രമിക്കുന്നു. വീട്ടിൽ തിരികെ എത്തിയ യുവാവട്ടെ പെൺകുട്ടിയുടെ മുഖം ഓർത്തെടുക്കുന്നു. അവളുടെ ട്രീറ്റ്മെന്റ് മൂലം യുവാവിന് 3 വർഷത്തേക്ക് ആയുസ് നീട്ടിക്കിട്ടുന്നു. പെൺകുട്ടിയെ ഇതിനോടകം തന്നെ കണ്ടുപിടിക്കാൻ അയാൾ തന്റെ സഹായികളെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം ആവട്ടെ പെൺകുട്ടിയുടെ ബ്രേസ്ലെറ്റ് ഒരു ലേലത്തിന് വെച്ചിരിക്കുന്നതിനെ കണ്ട് യുവാവ് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഈ സമയത്ത് ആ ബ്രേസ്ലെറ്റിന്റെ സാന്നിധ്യം മൂലം തന്നെ സിഇയുടെ ശരീരത്തിലുള്ള വിഷമാവട്ടെ പ്രതികരിക്കാൻ തുടങ്ങുന്നു. പെൺകുട്ടി മാന്ത്രിക ശക്തിയൊക്കെ ഉപയോഗിച്ചത് ആ ബ്രേസ്ലെറ്റ് കൊണ്ടാണ്. അവൾക്കത് എങ്ങനെയോ നഷ്ടമായിരിക്കുന്നു. ബ്രേസ്ലെറ്റ് തിരികെ പിടിക്കാനായി പെൺകുട്ടിയാവട്ടെ തന്റെ പക്കൽ ആകെയുള്ള $8 മില്യൺ അതിന് ലേലമായി വിളിക്കുന്നു. എന്നാൽ ലേലം അവതരിപ്പിക്കുന്ന സ്ത്രീയുടെ ഇയർഫോണിൽ നിന്ന് ഒരു VIP ആവട്ടെ 50 മില്യൺ അതിന് പറയുന്നു. തന്റെ ബ്രേസ്ലെറ്റ് ആ VIP സ്വന്തമാക്കിയതിൽ പെൺകുട്ടിക്ക് വളരെയധികം ദേഷ്യം തോന്നുന്നു. ആരാണ് അത് സ്വന്തമാക്കിയതെന്നറിയാൻ പെൺകുട്ടി ആഗ്രഹിക്കുന്നു. അങ്ങനെ പെൺകുട്ടി ആ VIPയുടെ മുറിയിലേക്ക് പോകുന്നു. ഈ സമയത്ത് യുവാവിന്റെ ആരോഗ്യനില വളരെയധികം മോശമായിരുന്നു. അവള് പെട്ടെന്ന് തന്നെ തന്റെ ബ്രേസ്ലെറ്റ് കയ്യിലേക്ക് ഇട്ടിട്ട് ആ മനുഷ്യനെ രക്ഷിക്കാനായി തന്റെ ശക്തി ഉപയോഗിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ആ യുവാവിന്റെ അസുഖം കുറച്ച് ഭേദപ്പെട്ടിരിക്കുന്നു എന്നും ആ ബ്രേസ്ലെറ്റ് അവനെ മാസ്റ്ററായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നും അവൾക്ക് മനസ്സിലാവുന്നു. അവന്റെ കൈകളിൽ ആ ബ്രേസ്ലെറ്റ് വെച്ചു കൊടുത്തപ്പോഴാണ് അവൾക്ക് അവളുടെ മന്ത്രശക്തികളെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിച്ചത്. തന്റെ മന്ത്രശക്തിയുള്ള ബ്രേസ്ലെറ്റ് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത പെൺകുട്ടിയാവട്ടെ 3 ദിവസം മാത്രമേ അവൻ ജീവനോടെ ഉള്ളൂ എന്ന് പറയുന്നു. അവൻ പൂർണ്ണമായി ഭേദമാവണമെന്നുണ്ടെങ്കിൽ അവളോടൊപ്പം ജീവിക്കണമെന്ന് പറയുന്നു. ഇത് കേട്ട യുവാവട്ടെ പെൺകുട്ടിക്ക് കോടികൾ വിലയുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും നൽകി വിവാഹാഭ്യർത്ഥന നടത്തുന്നു. തന്റെ മുൻപിലുള്ള ബ്രേസ്ലെറ്റും പണവും ആഭരണങ്ങളും കണ്ട് പെൺകുട്ടി ഉടനടി അതിന് സമ്മതിക്കുന്നു. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് യുവാവിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് യുവാവിന്റെ കാറിന്റെ ബ്രേക്ക് ആരോ അഴിച്ചുവിട്ടതായി പെൺകുട്ടിക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നു. ആരോ ഇതിനോടകം തന്നെ അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. സിഇഒയുടെ വീട്ടിലെത്തിയ പെൺകുട്ടിയാവട്ടെ അയാളുടെ വീട് മുഴുവൻ കറുത്ത പുക വമിക്കുന്നത് കാണുന്നു. ഇതിനോടകം തന്നെ അയാൾക്ക് മന്ത്രത്തിലൊന്നും വിശ്വാസമില്ല എന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഐഡന്റിറ്റി അയാളുടെ മുൻപിൽ മറച്ചു വെക്കാൻ അവൾ തീരുമാനിക്കുന്നു. മരുന്നുകൾ കൊണ്ടുള്ള വെള്ളത്തിൽ കുളിക്കാൻ പെൺകുട്ടി അയാളോട് ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് അയാളുടെ വിഷം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അതോടെ അയാളുടെ ഉള്ളിലുള്ള വിഷമാവട്ടെ വീണ്ടും മൂർജിക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട പെൺകുട്ടിയാവട്ടെ വേറെ വഴിയില്ലാതെ തന്റെ മന്ത്രശക്തി അവന് നേരെ പ്രയോഗിക്കുന്നു. എന്നാൽ ഫലമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടി ഒരു മടിയും കൂടാതെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അയാളെ കിസ് ചെയ്യുന്നു. അതിനുശേഷം അയാളെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ചികിത്സകൾ കൊണ്ട് അയാളുടെ ആയുസ് രേഖ വർദ്ധിപ്പിക്കുന്നു.